വലിയൊരു വാർത്തയിലേക്കാണ് കടക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും ലൈംഗിക പീഡന പരാതി. ബംഗളൂരു സ്വദേശിനിയായ 23-കാരിയാണ് പരാതി നൽകിയിരിക്കുന്നത്. വിവാഹ വാഗ്ദാനം നൽകി അതിക്രൂരമായി പീഡിപ്പിച്ചു എന്നാണ് ഇപ്പോൾ പരാതി വന്നിരിക്കുന്നത്. വീണ്ടും ലൈംഗിക പീഡന പരാതിയാണ്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തു വന്നിരുന്നു. കാരണം വീണ്ടും പരാതികൾ ഉണ്ടാകും എന്ന കാര്യത്തിൽ. കാരണം കോൺഗ്രസ് നേതാക്കൾ തന്നെ അടക്കം പറയുന്ന വിഷയങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ ബാംഗ്ലൂരിലെ യുവതിയുടെ പരാതി എന്ന് പറയുന്നത്, 23-കാരുടെ പരാതി എന്ന് പറയുന്നത് വിവാഹ വാഗ്ദാനം നൽകി അതിക്രൂരമായി പീഡിപ്പിച്ചു എന്നാണ്. ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവെക്കും. ഡാന്, ഇത് നേരത്തെ ഉള്ള പരാതിയാണോ അതോ പുതിയതായി ഇപ്പോൾ ഈ വിഷയത്തിന് ശേഷം വന്ന ഒരു പ്രശ്നമാണോ? വിവാഹ വാഗ്ദാനം നൽകി അതിക്രൂരമായി പീഡിപ്പിച്ചുവെന്നാണ് പരാതി ഉയർന്നിരിക്കുന്നത്. വീണ്ടും ഒരു ലൈംഗിക പീഡന പരാതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുവെന്നാണ് മനസ്സിലാക്കേണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും കുരുക്കുകളിലേക്ക് പോവുകയാണോ എന്ന ഒരു സംശയം കൂടി ഈ ഘട്ടത്തിൽ ഉയർന്നു വരികയാണ്. കാരണം ഇയാൾക്കെതിരെ കോൺഗ്രസ് നേതാക്കൾ തന്നെ പറഞ്ഞിരുന്നത് ഇനിയും പരാതികൾ ഉണ്ടാകും എന്ന തരത്തിലായിരുന്നു. ഇപ്പോൾ അത് ആ തരത്തിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. വീണ്ടും പരാതികൾ ഉയർന്നു വരുന്ന ഒരു പശ്ചാത്തലം ഒരുങ്ങി വരികയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ സംശയമില്ല, വലിയ കുരുക്കുകൾ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. വിനോദ് വിവരങ്ങൾ പങ്കുവെക്കും. വിനോദ്, ഇതിപ്പോൾ ഈ പരാതിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്താണ്? ഈ സമയത്ത് തന്നെയാണോ, ഈ വിഷയത്തിനോട് ചേർന്നാണോ, അതിനുശേഷമാണോ ഈ പ്രശ്നമുണ്ടായത്? ഈ മലയാളിയല്ലാത്ത ബംഗളൂരു സ്വദേശിയായ പെൺകുട്ടിയാണോ പരാതിക്കാരി? രഞ്ജിത്ത്, മറ്റൊരു പരാതി കൂടി ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വരികയാണ്. അതും ലൈംഗിക പീഡന പരാതി തന്നെയാണ്. ബാംഗ്ലൂർ സ്വദേശിയായ 23-കാരിയാണ്, മലയാളി പെൺകുട്ടിയാണ്. പക്ഷേ ബാംഗ്ലൂരിലാണ് ഇവർ താമസിക്കുന്നത്. വിവാഹ വാഗ്ദാനം നൽകി ക്രൂരമായി ലൈംഗിക പീഡനത്തിനിരയാക്കി എന്ന കാര്യമാണ് ഈ പെൺകുട്ടി പറയുന്നത്. AICC നേതൃത്വത്തിനടക്കമാണ് ഇപ്പോൾ പരാതി നൽകിയിട്ടുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഫോൺ രേഖകൾ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴുള്ള അന്വേഷണ സംഘം, അതായത് മറ്റൊരു പെൺകുട്ടിയെ പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് ആ പെൺകുട്ടി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയെ തുടർന്ന് ഈ പെൺകുട്ടിയെയും ക്രൈംബ്രാഞ്ച് ബന്ധപ്പെട്ടിരുന്നു. ഈ പെൺകുട്ടിയിൽ നിന്ന്, ബാംഗ്ലൂർ സ്വദേശിയായ പെൺകുട്ടിയിൽ നിന്ന് മൊഴി ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തി എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് പുറത്തു വരുന്നത്. 2023 ഡിസംബറിലാണ് ഈ പരാതിക്ക് അടിസ്ഥാനമായ സംഭവം. തന്നെ പീഡനത്തിന് ഇരയാക്കിയത് 2023 രാഹുൽ ഗാന്ധിക്ക് അയച്ച കത്തിൽ ഈ പെൺകുട്ടി പറയുന്നുണ്ട്. നേരത്തെ പരിചയമുണ്ടായിരുന്നു, പിന്നീട് ഇൻസ്റ്റാഗ്രാമിലൂടെ ഈ പരിചയം പുതുക്കുകയായിരുന്നു. തൻ്റെ മൊബൈൽ ഫോൺ നിരീക്ഷണത്തിലായതിനാൽ ടെലഗ്രാം നമ്പർ അതുവഴിയുള്ള സംസാരത്തിന്, അങ്ങനെയുള്ള ആശയവിനിമയത്തിനാണ് രാഹുൽ മാങ്കൂട്ടം താല്പര്യപ്പെട്ടത്. ഈ ടെലഗ്രാം വഴി തുടർച്ചയായി വിവാഹ വാഗ്ദാനം നൽകി. വിവാഹകാര്യം കുടുംബത്തെ അറിയിച്ചു. കുടുംബം ആദ്യം എതിർക്കുകയാണ് ചെയ്തത്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായതിന് പിന്നാലെ കുടുംബം ഈ വിവാഹത്തിന് സമ്മതിച്ചുവെന്നുകൂടി പെൺകുട്ടി തൻ്റെ കത്തിൽ പറയുന്നുണ്ട്. തുടർന്ന് ബന്ധുക്കളുമായി വീട്ടിലെത്താമെന്ന് രാഹുൽ മാങ്കൂട്ടം അറിയിച്ചിരുന്നു. അവധിക്ക് നാട്ടിൽ വരുന്നതിനിടെ തനിയെ കാണണമെന്ന് ആവശ്യപ്പെട്ടു. ഭാവി കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ഒറ്റയ്ക്ക് കാണണമെന്ന ആവശ്യമാണ് മാങ്കൂട്ടത്തിൽ മുന്നോട്ട് വെച്ചത്. ഫെനി നയനാൻ എന്ന സുഹൃത്ത് ഓടിച്ച വാഹനത്തിലാണ് രാഹുൽ മാങ്കൂട്ടം എത്തിയത്. നമുക്കറിയാം, ഫെനി നയനാൻ്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം ഈ ആദ്യത്തെ പരാതിയുമായി ബന്ധപ്പെട്ട് പോലീസ് പരിശോധന നടത്തിയപ്പോൾ വീടിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച ആളാണ് ഫെനി നയനാൻ. ഇതേ ഫെനി നയനാൻ്റെ ഒപ്പം എത്തിയെന്നാണ് ഇപ്പോൾ രണ്ടാമത്തെ പെൺകുട്ടിയും, ഈ പീഡനത്തിനിരയായ പെൺകുട്ടിയും പറയുന്നത്. ഒറ്റപ്പെട്ട സ്ഥലത്തുള്ള ഹോം സ്റ്റേയിൽ എത്തിച്ചു. സ്വകാര്യത ഉറപ്പുവരുത്താനാണ് സുഹൃത്തിൻ്റെ ഹോം സ്റ്റേയിൽ എത്തിച്ചതെന്ന് പറഞ്ഞു. പിന്നാലെ രാഹുലുമായി ബന്ധപ്പെട്ട് കുടുംബം ആരോപണങ്ങൾ പറഞ്ഞു. എന്നോട് സമീപിച്ച അതേ രീതിയിൽ മറ്റുള്ളവരോടും സമീപിച്ചു എന്ന വിവരമാണ് ലഭിക്കുന്നത്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന് മനസ്സിലാക്കിയെന്നും പെൺകുട്ടി പറയുന്നു. പക്ഷേ ഇതുവരെ രേഖാമൂലം ഈ അന്വേഷണ സംഘത്തിന് പരാതി നൽകിയിട്ടില്ല. പോലീസിനോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കോ ഒന്നും തന്നെ ഈ പെൺകുട്ടിയോ പെൺകുട്ടിയുടെ കുടുംബമോ രേഖാമൂലമുള്ള പരാതി നൽകിയിട്ടില്ല. പക്ഷേ ഇങ്ങനെ ഒരു ബന്ധമുണ്ട് എന്ന് അന്വേഷിച്ച് കണ്ടെത്തിയത്. ഈ പരാതി എന്നിരിക്കുന്ന വിനോദ് കോൺഗ്രസ് പാർട്ടിക്കാണ് അല്ലേ? AICCക്കും രാഹുൽ ഗാന്ധിക്കും മറ്റുമാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണോ ഇത്തരത്തിലൊരു അന്വേഷണത്തിലേക്ക് ക്രൈംബ്രാഞ്ച് സംഘം കടന്നത്? ഈ പെൺകുട്ടി ഇതുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകാനും തയ്യാറായിട്ടുണ്ടോ?
ഇതുവരെ അങ്ങനെ ഔദ്യോഗികമായി പരാതി നൽകിയിട്ടില്ല, പോലീസിന് പരാതി നൽകിയിട്ടില്ല. പക്ഷേ ഇനി വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ഗതി എന്താകുമെന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. മാത്രമല്ല, നാളെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുകയാണ്. തിരുവനന്തപുരം സെഷൻസ് കോടതിയാണ് ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു മൊഴി കിട്ടിയ കാര്യം കൂടി ക്രൈംബ്രാഞ്ച് ഒരുപക്ഷെ കോടതിയെ ബോധിപ്പിക്കും. ലഭിച്ച ഫോൺ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പെൺകുട്ടിയെ സമീപിച്ചതെന്നും പെൺകുട്ടിയിൽ നിന്ന് ഇങ്ങനെ ഒരു പരാതി ലഭിച്ചിട്ടുണ്ടെന്നും സ്വാഭാവികമായി ഇപ്പോൾ നമുക്ക് AICCക്ക് അയച്ച പരാതിയുടെ പകർപ്പ് ലഭിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അന്വേഷണ സംഘത്തിനും ഈ പകർപ്പ് ലഭിക്കും. അങ്ങനെയെങ്കിൽ ഈ പകർപ്പിൻ്റെ വിശദാംശങ്ങൾ കൂടി കോടതിയെ ബോധിപ്പിക്കും. മാത്രമല്ല, ഈ കേസുമായി ബന്ധപ്പെട്ട് പെൺകുട്ടിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയതിൽ രാഹുൽ ഈശ്വർ ഇപ്പോൾ തന്നെ റിമാൻഡിൽ തുടരുകയാണ്. അങ്ങനെയെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് മേലുള്ള കുറ്റം ഗർഭചിത്രം, നിർബന്ധിത ഗർഭചിത്രമാണ്. മാത്രമല്ല, ഈ പെൺകുട്ടി 2 തവണ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു എന്ന മൊഴി അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം, നിരവധിയായ പരാതികൾ. ഇത് തുടക്കത്തിൽ ഒരു ചലച്ചിത്ര താരത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു വെളിപ്പെടുത്തൽ ഉണ്ടാകുന്നു. ഹൂ കെയേഴ്സ് എന്ന വാക്കുകൾ ഇയാൾ ഉപയോഗിച്ചതിന് പിന്നാലെയാണ് അങ്ങനെ ഒരു വെളിപ്പെടുത്തൽ വരുന്നത്. അതിന് പിന്നാലെ ട്രാൻസ്ജെൻഡർ യുവതി പരാതിപ്പെടുന്നു. പിന്നീടാണ് ഇപ്പോൾ പോലീസിന് രേഖാമൂലം പരാതി നൽകിയ പെൺകുട്ടിയുടെ വെളിപ്പെടുത്തൽ ഉണ്ടാകുന്നത്. അതിനുശേഷം ഇപ്പോൾ മറ്റൊരു പെൺകുട്ടിയുടെ വെളിപ്പെടുത്തൽ ഉണ്ടാകുന്നു. പോക്സോ കേസ് ഒതുക്കി തീർത്തു. തിരുവനന്തപുരത്ത് ഉള്ള ഒരു പെൺകുട്ടി, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെയും ഇങ്ങനെ ലൈംഗിക ചൂഷണത്തിന് വിധേയമാക്കി ആ പോക്സോ കേസ് ഒതുക്കി തീർത്തു എന്ന ആരോപണം വരുന്നു. IAS ഉദ്യോഗസ്ഥയോട് മോശമായി പെരുമാറിയെന്ന വിവരങ്ങൾ വരുന്നുണ്ട്. യൂത്ത് കോൺഗ്രസിലെയും വനിതാ പ്രവർത്തകരോട് ഈ തരത്തിൽ സംസാരിച്ചു എന്ന കാര്യം പറയുന്നുണ്ട്. ഈ പരാതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഗർഭിണിയാകണം അല്ലെങ്കിൽ വിവാഹം കഴിക്കണം എന്ന കാര്യങ്ങൾ തന്നെയാണ്. അതായത് ഒരേ രീതിയിൽ പല ആളുകളോട് സംസാരിക്കുന്നു എന്ന കാര്യമാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പരാതിയിൽ നിന്ന് ഒറ്റനോട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി ഇത് പോലീസിന് മുന്നിൽ പരാതി എത്തുമോ എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാവുന്നതാണ്, ഇപ്പോൾ നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തുകയും ചെയ്യുന്ന കേസിലും സമാന സാഹചര്യമായിരുന്നു. ആദ്യം പരാതി ഔദ്യോഗികമായി ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് ആ പരാതി വന്നതും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ തുടരുന്നതും. അത് നിരവധി വകുപ്പുകൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ചുമത്തിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഗർഭചിത്രവുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. ഇതേ അവസ്ഥ തന്നെയാണ് ഈ ഇപ്പോൾ പരാതിക്കാരി ഏത് പരാതിയുടെ പേരിലാണ് അന്വേഷണം നടക്കുന്നത്, അതേ അവസ്ഥ തന്നെയാണ് ഈ പെൺകുട്ടിക്കും ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഗർഭിണിയാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഇയാൾ ബന്ധപ്പെട്ടത് എന്നറിയുന്നു. അതിക്രൂരമായുള്ള ബലാത്സംഗവും പീഡനവും മറ്റുമാണ് ഇയാൾ നടത്തിയത് എന്ന വിവരം കൂടിയാണ് ഈ പരാതിയിൽ ഉള്ളത്. ഇത് വളരെ ഗൗരവമായ ഒന്നാണ്. പാർട്ടി നേതൃത്വം ഈ പരാതി ലഭിച്ചതിന് ശേഷം അവർ സ്വീകരിച്ച നടപടി എന്തായിരുന്നു മനസ്സിലാക്കേണ്ടത്. ഈ പാർട്ടി നേതൃത്വത്തിന് പരാതി നൽകിയപ്പോൾ സ്വാഭാവികമായും അത് പോലീസിന് കൈമാറേണ്ട സാഹചര്യമുണ്ട്. ഇയാളുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തേണ്ട സാഹചര്യമുണ്ട്. അതൊക്കെ ഇല്ലാതെ ഇത് മൂടിവെക്കാൻ ശ്രമിച്ചു എന്നുള്ള ആക്ഷേപമുണ്ടോ? തീർച്ചയായും രഞ്ജിത്ത്, ഇവിടെ കോൺഗ്രസിൻ്റെ ചില നിലപാടുകൾ തന്നെയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. കാരണം ഇതിൽ നടപടിയെടുത്തു എന്ന് കോൺഗ്രസ് പറയുമ്പോൾ, ഇയാൾ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തിയെന്ന് പറയുമ്പോഴും പാലക്കാട് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിരവധി പൊതുപരിപാടികളിൽ വേദി പങ്കിടുന്ന നിലയിൽ തന്നെ കാര്യങ്ങളെത്തി. ഈ ശ്രീകണ്ഠനൊക്കെ വലിയ തോതിൽ ന്യായീകരിക്കുന്ന നിലയിലേക്ക് രംഗത്ത് വന്നിരുന്നു. അല്ലെങ്കിൽ ആ തരത്തിൽ സണ്ണി ജോസഫിൻ്റെ ഭാഗത്തു നിന്നൊക്കെ വലിയ തോതിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ വിമർശിക്കാത്ത തരത്തിൽ, അല്ലെങ്കിൽ എൻ്റെ പോക്കറ്റിലുണ്ട് എന്ന തരത്തിൽ വളരെ നിസ്സാരവൽക്കരിച്ച് ഇയാളുടെ ചെയ്തികളെ ന്യായീകരിക്കുന്ന തരത്തിലുള്ള ചില പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ 3 നേതാക്കൾ നമ്മൾ എടുത്തു പറയേണ്ടതാണ്. അത് VD സതീശൻ, രമേശ് ചെന്നിത്തല, അതോടൊപ്പം തന്നെ K മുരളീധരൻ, ഇവർ 3 പേരുമാണ് ഇക്കാര്യത്തിൽ ഒരു ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഇപ്പോൾ നമുക്ക് ഈ പരാതിയുടെ വിശദാംശങ്ങൾ കൂടി KPCCക്ക് നൽകിയ പരാതിയുടെ വിശദാംശങ്ങൾ കൂടി പ്രേക്ഷകർക്ക് കാണിക്കേണ്ടതുണ്ട്. അതിൽ വളരെ വ്യക്തമായി ഈ പെൺകുട്ടി എഴുതിയിരിക്കുകയാണ്, തന്നെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തു, പീഡിപ്പിച്ചു എന്ന കാര്യം വ്യക്തമായി തന്നെ ആ പരാതിയിൽ പെൺകുട്ടി എഴുതിയിട്ടുണ്ട്. ഇത് KPCC അധ്യക്ഷന് അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള ഒരു പരാതിയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. വിനോദ്, ഒരു പക്ഷേ അത് വിനോദിന് ലഭിച്ചിട്ടുണ്ട്, കയ്യിലുണ്ട് എന്ന് കരുതുന്നു. അതിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് വിനോദ്? രഞ്ജിത്ത്, ആദ്യത്തെ പരാതിയിൽ ആ പരാതിക്കാരി എന്തൊക്കെ കാര്യങ്ങളാണോ ഉന്നയിച്ചത് അതിന് സമാനമായ കാര്യങ്ങൾ തന്നെയാണ് ഇതിലും പറയുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന ഒരു ബന്ധം, ആ ബന്ധം പിന്നീട് ഇൻസ്റ്റയിലൂടെ പുതുക്കുന്നു. അതിനുശേഷം ഈ ബന്ധം സ്ഥാപിച്ച് ബാംഗ്ലൂരിൽ തന്നെ എത്തുന്നു, അവിടെ പീഡനം നടത്തുന്നു. അത് അതിക്രൂരമായ 2023 ഡിസംബറിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്, അല്ലേ? 2023 ഡിസംബർ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ പരാതിക്കൊക്കെ വളരെ മുൻപ് 2 വർഷം മുൻപുള്ളൊരു വിഷയം കൂടിയാണ്. അപ്പോൾ ഇയാൾ അന്ന് മുതൽ തന്നെ അനവധി പെൺകുട്ടികളെ
തീർച്ചയായും നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെ തന്നെയാണ്. കോൺഗ്രസ് നേതൃത്വത്തിന് ഇതിനകം തന്നെ ഇത്തരം പരാതികളുമായി ബന്ധപ്പെട്ട സുപ്രധാന വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ നേരത്തെ ഒരു അടമൻ്റായ നിലപാട് സ്വീകരിച്ചത്. പക്ഷേ അവിടെ അവരെയൊക്കെ തന്നെ ആക്രമിക്കുന്ന തരത്തിൽ സൈബർ ഹാൻഡിലുകൾ, പ്രത്യേകിച്ച് ഈ പെയ്ഡ് ഹാൻഡിലുകൾ എന്ന കാര്യമാണ് നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നത്. അങ്ങനെ പ്രതിപക്ഷ നേതാവിനെയും ഈ കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ എതിർത്ത ആളുകളെയൊക്കെ തന്നെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന തരത്തിൽ കോൺഗ്രസിനകത്തു നിന്ന് തന്നെ ഒരു കേന്ദ്രം പ്രവർത്തിക്കുന്ന നിലയിലുണ്ടായി. പക്ഷേ ഈ നമ്മൾ പല വാർത്തകളിൽ പറഞ്ഞതാണ്, വെട്ടുകിളിക്കൂട്ടങ്ങൾ ഒരുമിച്ച് ഈ തരത്തിൽ നേതാക്കളെ ആക്രമിക്കുന്നു, അല്ലെങ്കിൽ എതിർ രാഷ്ട്രീയ പാർട്ടികളിലുള്ളവരെ ആക്രമിക്കുന്നു. ഇങ്ങനെ അതിക്രൂരമായ ഒരു ചെയ്തി എന്ന് തന്നെ വിലയിരുത്തുന്ന ഒരു സ്ത്രീ സമൂഹത്തിന് ഞെട്ടലുണ്ടാക്കുന്ന ഒരു സംഭവം അയാൾ ചെയ്യുന്നു. നിന്നെ കൊല്ലാൻ എത്ര സമയം വേണമെന്ന് ആ ഫോണിൽ ചോദിക്കുന്നുണ്ട്. ഗർഭചിത്രം അല്ലെങ്കിൽ തൻ്റെ ഗർഭമല്ല എന്നിപ്പോൾ കോടതിയിൽ പറയുന്നുണ്ടെങ്കിൽ പോലും അതിൽ പറയുന്നത് ഈ കുഞ്ഞിനെ എങ്ങനെ വളർത്തും, തൻ്റെ തല പിളരുന്നു, ചവിട്ടണം, തെറി വിളിക്കുന്നുണ്ട് ആ ഫോൺ സംഭാഷണത്തിൽ. അപ്പോഴെല്ലാം ആ പെൺകുട്ടി പറയുന്നത് ഈ കുഞ്ഞിനെ ഞാൻ വളർത്തിക്കൊള്ളാം, നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല എന്ന കാര്യമാണ്. പക്ഷേ നിർബന്ധപൂർവ്വം ആ പെൺകുട്ടിയെ സമ്മർദ്ദത്തിലാക്കി സുഹൃത്തിൻ്റെ കൈവശം ഇത്തരത്തിൽ ഗർഭചിത്രത്തിനുള്ള മരുന്ന് നൽകി എന്നതൊക്കെ തന്നെ വളരെ സ്പഷ്ടമായ കാര്യമാണ്. ഇത് ശാസ്ത്രീയമായി തെളിയിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഇടപെടലുകൾ നടന്നു, അങ്ങനെ ബന്ധപ്പെടലുകൾ ഉണ്ടായി എന്ന കാര്യം സ്ഥിരീകരിക്കാൻ കഴിയുന്ന തരത്തിൽ കാര്യങ്ങൾ എത്തി നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ സമർത്ഥിക്കാൻ കഴിയുമെന്ന് പ്രോസിക്യൂഷൻ കരുതുമ്പോൾ ഇതാ മറ്റൊരു പരാതി കൂടി വന്നിരിക്കുന്നു എന്നത് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇതൊരു 23 വയസ്സുകാരിയായ പെൺകുട്ടിയാണ്, മലയാളിയാണ്, ബാംഗ്ലൂരിൽ താമസിക്കുന്ന പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയും ഈ പരാതിയിൽ പറയുന്നത് ബ്രൂട്ടലായി തന്നെ ഉപദ്രവിച്ചു എന്ന് തന്നെയാണ്. ലൈംഗിക പീഡനത്തിന് ഇരയാക്കി, ശരീരത്തിൽ മുറിവുകൾ ഉണ്ടായി എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ പരാതിയിൽ പറയുന്നത്. ഇപ്പോൾ AICC നേതൃത്വത്തിനും KPCC നേതൃത്വത്തിനും അടക്കമാണ് ഈ പരാതി നൽകിയിട്ടുള്ളത്. ഒഫീഷ്യലായി താൻ കംപ്ലൈൻറ്റ് നൽകിയിട്ടില്ല. പക്ഷേ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം തന്നെ സമീപിച്ചു, തൻ്റെ അടുത്തെത്തി ഈ വിവരങ്ങൾ ആരാഞ്ഞു, താൻ ഈ വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട്. അതായത് കോൺഗ്രസ് പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് അറിയാമായിരുന്ന ഒരു സംഭവം അതവർ മറച്ചു വെക്കുന്നു, പോലീസിന് കൈമാറുന്നില്ല, ഇയാളെ വെള്ളപൂശാനും രക്ഷിക്കാനും ശ്രമിക്കുന്നു. അതിനുശേഷം ഇയാളെ പിടിച്ച് MLA ആക്കുന്നു, യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായി ഇയാൾ തുടരുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. അങ്ങനെ എല്ലാ തരത്തിലും പാർട്ടിയുടെ ഒരു വല്ലാത്ത ഒരു പിന്തുണ ഇയാൾക്ക് ഈ ആദ്യഘട്ടം മുതലുണ്ട്. ആർക്കും അറിയാൻ വയ്യാത്ത കാര്യമല്ല. AICC നേതൃത്വത്തിന് അറിയാം, KPCC അധ്യക്ഷൻ അറിയാം. അന്നത്തെ KPCC അധ്യക്ഷൻ മനസ്സിലാക്കേണ്ടത് K സുധാകരനായിരുന്നു, അദ്ദേഹത്തിന് അറിയാം. അതിനുശേഷം സണ്ണി ജോസഫിന് ഒരുപക്ഷെ വിഷയങ്ങൾ അറിയാം, മുതിർന്ന നേതാക്കൾക്ക് എല്ലാം അറിയാം. എന്നിട്ടും ഇയാളെ സംരക്ഷിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് അതിലും വലിയ ഒരു പ്രശ്നവും ഗൗരവതരമായ കാര്യവുമൊക്കെ. വിനോദ്, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഒരു രാഹുൽ മാങ്കൂട്ടത്തിന് മുന്നിൽ കോൺഗ്രസ് പാർട്ടിയിലെ ഒരു സീനിയറായിട്ടുള്ള നേതാക്കളുടെ വലിയ നിര മുട്ടുമടക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. കോൺഗ്രസ് പാർട്ടി നൂറ്റാണ്ടിലധികം പഴക്കമുള്ള, അല്ലെങ്കിൽ ആ തരത്തിൽ സ്വാതന്ത്ര്യ സമര കാലം മുതൽ എന്ന് പറയുന്ന, അല്ലെങ്കിൽ അതിനു മുൻപ് തന്നെ ബീജാഭാവമുണ്ടായ പാർട്ടി ആ തരത്തിൽ, അല്ലെങ്കിൽ ഈ കോൺഗ്രസിൻ്റെ രൂപത്തിലല്ലെങ്കിൽ പോലും അങ്ങനെയുള്ള നേതാക്കൾ സൃഷ്ടിക്കപ്പെടുകയും അവരിലൂടെ പിന്നീട് ഉണ്ടാവുകയും ചെയ്ത ഒരു പാർട്ടി എന്ന് പറയുന്ന ദേശീയ തലത്തിലെ ഒരു പാർട്ടിക്ക് ഈ തരത്തിലുള്ള ഗതികേടുണ്ടാകുന്നു എന്നത് തന്നെയാണ് ഏറ്റവും നാണം കെട്ട ഒരു സംഭവം. അതിൽ K സുധാകരനെയൊക്കെ പോലെ ഏറ്റവും സീനിയറായിട്ടുള്ള നേതാക്കൾ പറയുന്നത് രാഹുൽ മാങ്കൂട്ടം അത് പയ്യനാണ്, ചെറുപ്പക്കാരനാണ്, അവൻ തിരുത്തി വരണം എന്ന തരത്തിൽ പറയുന്നു. അല്ലെങ്കിൽ അവൻ തെറ്റ് ചെയ്തില്ലെന്നാണ് ആദ്യം പറയുന്നത്. പിന്നീട് അത് വിമർശന വിധേയമാകുമ്പോഴാണ് ആ ചെറുപ്പക്കാരൻ തിരുത്തി വരണമെന്ന് പറയുന്നത്. എങ്ങനെയാണ് ഇത്തരത്തിലുള്ളൊരു ചെറുപ്പക്കാരൻ തിരുത്തപ്പെടുന്നതെന്നാണ് നമുക്ക് പോലും ഒരു അത്ഭുതം തോന്നുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇവരെ പോലുള്ള ആളുകൾ നേതൃത്വത്തിൻ്റെ മുകളിലേക്ക് എത്തിയാൽ, ഇവർക്ക് അധികാരം ലഭിച്ചാൽ, ഈ പാർലമെൻ്ററി ജനാധിപത്യ രംഗങ്ങളിൽ ഇവർക്ക് കൂടുതൽ അധികാരം ലഭിച്ചാൽ, മന്ത്രിമാരോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള വ്യക്തികളോ ഒക്കെ ആയാൽ ഇവരെങ്ങനെയായിരിക്കും ഭാവിയിൽ ഈ പരാതികളുമായി, അല്ലെങ്കിൽ ഏതെങ്കിലും ആവശ്യമായൊക്കെ തങ്ങളെ സമീപിക്കുന്ന സ്ത്രീകളോട് പെരുമാറുക, അല്ലെങ്കിൽ പരിചയപ്പെടുന്ന സ്ത്രീകളോട് പെരുമാറുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അത് നിസ്സാരമായ ഒരു പരിചയമോ ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ഒരു ലൈംഗിക ബന്ധമോ എന്നതിനപ്പുറത്തേക്ക് ആളുകളെ പറഞ്ഞ് മറ്റൊരു തരത്തിൽ വിശ്വസിപ്പിക്കുകയും വിവാഹ വാഗ്ദാനം നൽകുകയും, നമ്മൾ ഈ വാർത്തകളിൽ കാണുന്നത് പോലെ നമ്മൾ നിസ്സാരമായി ഒരു കോളം വാർത്ത എന്നൊക്കെ പറഞ്ഞ് കളയുന്ന ചില സാധനങ്ങളുണ്ട്. അതുപോലെ ഈ വിവാഹ വാഗ്ദാനം നൽകി ആളുകളെ പറ്റിക്കുക, അങ്ങനെ നാലാംകിട അല്ലെങ്കിൽ അഞ്ചാംകിട. അതാണ് വിനോദം. 2023 ഡിസംബറിൽ ഉണ്ടായ ഒരു സംഭവമാണ്. ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെടുന്നു, അതിനുശേഷം ടെലിഗ്രാം വഴി വിവാഹ വാഗ്ദാനങ്ങൾ സ്ഥിരമായി നൽകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. വിവാഹം കഴിക്കാമെന്ന് പറയുന്നു, ഗർഭിണിയാകണമെന്ന് ആവശ്യപ്പെടുന്നു. റിസോർട്ടിലേക്ക് ഇയാൾ വിളിക്കുന്നു. അവധിക്ക് നാട്ടിൽ വരുന്നതിനിടെ തനിക്ക് കാണണമെന്ന് ആവശ്യപ്പെടുന്നു. ഭാവി കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ഒറ്റയ്ക്ക് കാണണമെന്നായിരുന്നു ആവശ്യം. ഒറ്റപ്പെട്ടുള്ള സ്ഥലത്തുള്ള ഹോം സ്റ്റേയിൽ എത്തിക്കുന്നു. സ്വകാര്യത ഉറപ്പുവരുത്താനാണ് സുഹൃത്തിൻ്റെ ഹോം സ്റ്റേയിൽ എന്ന് പറയുന്നു. പിന്നീട് അവിടെ വെച്ച് അതിക്രൂരമായി പീഡിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു.
പിന്നീട് ഈ രാഹുലുമായി ബന്ധപ്പെട്ട് തൻ്റെ കുടുംബം ഏതാണ്ട് വിവാഹം കഴിക്കാനൊക്കെ കുടുംബം സമ്മതിച്ച പശ്ചാത്തലത്തിലാണ് ഇയാളുമായി ബന്ധപ്പെട്ട് കുടുംബം ആരോപണങ്ങൾ കേട്ടു തുടങ്ങിയത്. അതേ മറ്റുള്ള നിരവധി ആളുകളോട് തന്നോട് സമീപിച്ച രീതിയിൽ സമീപിച്ചു എന്ന് ഈ പെൺകുട്ടി മനസ്സിലാക്കുന്നു. ഇതോടുകൂടി ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന് മനസ്സിലാക്കുന്നത്. ഇതോടുകൂടിയാണ് ഈ പെൺകുട്ടി KPCC നേതൃത്വത്തെ മറ്റും സമീപിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ എന്നിട്ടും ഈ വിഷയം ഉണ്ടായി എന്ന് അറിഞ്ഞിട്ടുമാണ് ഇയാളെ പിടിച്ച് പാലക്കാട് MLA ആക്കുന്നത് ആ പാർട്ടി എന്നുള്ള വലിയൊരു പ്രശ്നമുണ്ട്. ഇന്നിപ്പോൾ കോടതിയിൽ ഇയാൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് പഴയ കേസ്, നേരത്തെയുള്ള കേസിൽ ഇതുമായി ബന്ധപ്പെട്ട് വിചാരണയൊക്കെ അടച്ചിട്ട കോടതി മുറിയിൽ വേണം, ഒന്നും പുറത്തു പോകരുത് എന്ന നിലയിലാണ്. ഒപ്പം ഇയാൾ ഓരോ സ്ഥലങ്ങളിലായി 3 കാറുകളിൽ ഇങ്ങനെ സഞ്ചരിച്ച് ഒളിവിൽ കഴിയുന്ന സാഹചര്യത്തിലേക്കൊക്കെ എത്തിയ ഒരു പ്രതി കൂടിയാവുകയാണ്. ഇങ്ങനെ രക്ഷപ്പെടാൻ എല്ലാ തന്ത്രങ്ങളും ശ്രമിച്ചുവെങ്കിലും ഓരോ കേസുകളും പുറത്തു വരുമ്പോൾ ഇയാൾക്കുള്ള കുരുക്ക് വളരെ കൃത്യമായി മുറുകുകയാണ് വിനോദ്. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. നമ്മളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത് തന്നെയാണ് പെൺകുട്ടി അയച്ചിട്ടുള്ള മെയിൽ. അത് AICC നേതൃത്വത്തിനും KPCC നേതൃത്വത്തിനുമാണ് അയച്ചിട്ടുള്ളത്. ഇതിൽ കൃത്യമായി പറയുന്നത് രഞ്ജിത്ത് തന്നെ ലൈംഗികമായി, അത് ബലാത്കാരം എന്ന നിലയ്ക്ക് തന്നെയാണ്, ബലം പ്രയോഗിച്ച് തന്നെ ലൈംഗിക ബന്ധത്തിന് വശംവദ അല്ലെങ്കിൽ അങ്ങനെ കീഴ്പ്പെടുത്തുകയും തൻ്റെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാകുകയും അത് തനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്തു. പിന്നീട് ഈ വിവാഹത്തെക്കുറിച്ച് പറയുമ്പോൾ താൻ അങ്ങനെ വിവാഹം കഴിക്കാൻ താല്പര്യപ്പെടുന്നില്ല, തനിക്ക് അങ്ങനെ വിവാഹിതനായാൽ ഭാര്യ കുട്ടി ഇങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ അല്ലെങ്കിൽ ആ ഒരു സങ്കല്പത്തിലേക്ക് തൻ്റെ ജീവിതം മാറിക്കഴിഞ്ഞാൽ തൻ്റെ രാഷ്ട്രീയ ഭാവിയെ അത് ബാധിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മോഡ് ഓഫ് ഓപ്പറാൻഡി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് രഞ്ജിത്ത്. അത് ഈ എല്ലാ ആളുകളടുത്തും അവരെ എല്ലാം തന്നെ ഇങ്ങനെ ലൈംഗിക ചൂഷണത്തിന് വിധേയമാക്കുകയും പിന്നീട് അതിൽ നിന്ന് ഊരിപ്പോകുന്നതിന് വേണ്ടി പറയുന്ന കാര്യമാണ് രാഷ്ട്രീയ ഭാവിയെ ബാധിക്കും, തനിക്ക് ഭാര്യയും കുട്ടിയും ഉണ്ടായിക്കഴിഞ്ഞാൽ തുടർന്നുള്ള രാഷ്ട്രീയ ജീവിതത്തെ അത് ബാധിക്കും, ഇപ്പോൾ വളരെ നിർണായക ഘട്ടത്തിലൂടെയാണ് താൻ കടന്നു പോകുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഇയാൾ തന്ത്രപരമായി അതിൽ നിന്ന് പിന്മാറുന്ന ഒരു സാഹചര്യമാണ്. ഈ കത്തിലും പറയുന്നത് അങ്ങനെ തന്നെയാണ്. ഇയാൾക്ക് MLAയുടെ അധികാരമുണ്ട്, അങ്ങനെയൊക്കെ ഉള്ള ഒരാളോട് എതിർക്കുന്നതിനുള്ള ഒരു ഭയപ്പാട് കൂടി ഇതിൽ നമ്മൾ ഈ കത്ത് വായിക്കുമ്പോൾ മനസ്സിലാകും. അങ്ങനെ ആളുകൾ ഭയപ്പെടുകയാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവി കോൺഗ്രസിൽ വലിയ സ്വാധീനം